Good morning, students. The next topic of queuing theory model. Next problem part, finite queue length model. Finite queue length model. Maximum number of customers in the system is limited n. So, rho is equal to lambda divided by m. P0 is equal to 1 minus p divided by 1 minus p into n plus 1. Comma, Pn is equal to P0 into P raised to n. Next, average number of customers in the system. LS is equal to 1P1 plus 2P2 plus 3P3 or rho into 1 minus 1 plus n into rho raised to n plus n into rho raised to n plus 1 whole divided by 1 minus rho into 1 minus rho raised to n plus 1. So, the maximum number of customers in the system limited n. Rho is equal to lambda divided by m. So, P0 is equal to 1 minus rho. P0 is 1 minus rho. P is P0 is equal to 1 minus rho divided by 1 minus rho raised to n plus 1. ഇതെങ്ങനെ എഴുതേണ്ടത് വെച്ചാൽ P0 is equal to 1 minus rho. റോ എന്ന് പറയുന്ന P ഒന്ന് ചെരിച്ചെഴുതണം. P0 is equal to 1 minus rho divided by 1 minus rho raised to n plus 1. Next Pn ആണ്. Pn is equal to P0 into rho raised to n ആണ്. ഒന്ന് P0 മറ്റൊന്ന് rho raised P അല്ലേ. Pn is equal to P0 into rho raised to n. അടുത്തത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അതിന് രണ്ട് രീതിയിൽ പറയാം. LS is equal to 1P1 plus 2P2 plus 3P2 P3. അപ്പോൾ അതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. റോ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് എൻ ഇൻറ്റു റോ റേസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു റോ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു എൻ പ്ലസ് 1. അടുത്തത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. അങ്ങനെയാണ്. ഫിനിറ്റ് ക്യൂ ആണെങ്കിലാണ് ലെങ്ത് ഓഫ് ദ മോഡൽ ആണെങ്കിൽ LQ is equal to 1 minus n into rho raised to n minus 1 plus n minus 1 into rho raised to n divided by 1 minus rho into 1 minus rho raised to n plus 1 into rho raised to 2. അടുത്തത് ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം. WS is equal to LS divided by lambda. അല്ലെങ്കിൽ ലാംഡ സ്ക്വയർ ലാംഡാസ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 മൈനസ് റോ ഇൻറ്റു എൻ ഓർ വേറൊരു ഇക്വേഷനിൽ പറയാം Pn ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് പി റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു പി റേസ് ടു എൻ. ഇനി ആവറേജ് വെയിറ്റിംഗ് ടൈം ഇൻ എ ക്യൂ ആണെങ്കിൽ WQ ഈസ് ഈക്വൽ ടു LQ ഡിവൈഡ് ബൈ ലാംഡ. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ പഠിക്കാനുള്ള. ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. കാസ് അറൈവ് അറ്റ് എ ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റ് വിത്ത് എ മീൻ അറൈവൽ റേറ്റ് ഓഫ് 24 cars per hour ആൻഡ് ദ സർവീസ് റേറ്റ് ഓഫ് കാർ ഈസ് 20 cars per hour. The arrival rate and service rate follow the Poisson distribution. The number of packing space of car is only 4. Find the standard result of the system. CU MCOM SD എന്നാണ് SDക്ക് ചോദിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്നുമില്ല, ഒരു കാർ അറൈവ് ചെയ്യാണ് ഡ്രൈവ് എ റെസ്റ്റോറൻറ്റിലേക്ക്. മീൻ അറൈവൽ റേറ്റ് എത്ര? 24 car per hour ആണ്. ആൻഡ് സർവീസ് റേറ്റ് ഓഫ് കാർ 20 car per hour ആണ്. ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അറൈവൽ റേറ്റും സർവീസ് റേറ്റും പോയിസോൺ ഡിസ്ട്രിബ്യൂട്ടിലാണ് ഫോളോ ചെയ്യുന്നത്. നമ്പർ ഓഫ് പാക്കിംഗ് സ്പേസ് എ കാർ ഓൺലി 4 ആണ്. അപ്പോൾ നമുക്ക് 4 ആണെന്നറിയാം. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓഫ് എ സിസ്റ്റം. ഇപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അറൈവൽ റേറ്റ് എത്രയാണ്? ലാംഡ 24 cars per hour. സർവീസ് റേറ്റ് മ്യൂ 20 cars per hour. n എത്രയാന്ന് തന്നിട്ടുണ്ട്? 4. ആദ്യം നമ്മൾ റോ അവിടെ കണ്ടുപിടിക്കാം. റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഈസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 21.2. നമ്മളോട് ചെയ്യാൻ പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓഫ് എ സിസ്റ്റം.
സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് നമ്പർ ഓഫ് പാക്കിംഗ് സ്പേസ് എത്ര എന്ന് പറഞ്ഞാൽ എന്താ ലെങ്ത് എത്ര ലെങ്ത് എന്ന് പറയുമ്പോൾ LS ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1. അപ്പോൾ നമുക്കറിയാം റോ 1.2 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് n എത്ര 4 ഇൻറ്റു റോ എത്ര 1.2 റേസ് ടു n 4 പ്ലസ് n എന്ന് പറയുന്ന 4 ഇൻറ്റു റോ 1.2 റേസ് ടു n പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് റോ 1.2 ഇൻറ്റു 1 മൈനസ് റോ 1.2 റേസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1. സിമ്പിളാണ് സാധനം, കുറച്ച് ഇക്വേഷൻ വലുതെന്ന് മാത്രമേ ഉള്ളൂ. സോ 1.2 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് n എന്ന് പറയുമ്പോൾ 1 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 1.2 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 1.2 റേസ് ടു 4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 5 ഡിവൈഡ് ബൈ 1 മൈനസ് 1.2 ഇൻറ്റു 1 മൈനസ് 1.2 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 1 മൈനസ് 5 ഇൻറ്റു 1.2 റേസ് ടു 4 എന്ന് പറയുമ്പോൾ വാല്യൂ 10.368 പ്ലസ് 4 ഇൻറ്റു 1.2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ 2.488 ഡിവൈഡ് ബൈ 1 മൈനസ് 1.2 ഇൻറ്റു 1 മൈനസ് 1.2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ 2.488 ഈസ് ഈക്വൽ ടു. അപ്പോൾ ആദ്യം നമ്മൾ എന്താ സോൾവ് ചെയ്യുക 1 മൈനസ് 10.368 പ്ലസ് 4 ഇൻറ്റു ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2.488 ആദ്യം ചെയ്യും. 4 ഇൻറ്റു 2.488 ആദ്യം ചെയ്യും. ആ ചെയ്തതിനോട് 10.368 ആഡ് ചെയ്യും. അതിനകത്തുനിന്ന് 1 എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും. 1 ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തതിന് കൂടെ 1.2 മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.7008 ഡിവൈഡ് ബൈ താഴെ എന്താ ചെയ്യുക 1 മൈനസ് 1.2 1 നിന്ന് 1.2 മൈനസ് ചെയ്തുമ്പോൾ മൈനസ് 0.2 കിട്ടും. അതവിടെ ഇടും. അടുത്ത 1 നിന്ന് 2.488 മൈനസ് ചെയ്യും. അപ്പോൾ മൈനസ് 1.488 കിട്ടും. മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. 0.2976 കിട്ടും. So is equal to 0.7008 divided by 0.296 is equal to 2.36 കാർ. അപ്പോൾ നമുക്ക് എത്ര കാറാണ് ഉണ്ടാവുക 2.36 കാറാണ് നമുക്ക് കെയർ റെസ്റ്റോറൻറ്റിലേക്ക് അറൈവ് ചെയ്യാനുള്ള ഫൈൻഡ് സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. അടുത്തത് എന്താ 1 മൈനസ് 4 ഇൻറ്റു അടുത്ത ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. 1 മൈനസ് 4 ഇൻറ്റു 1.2 അടുത്ത ഇക്വേഷൻ ഏതാ ഇക്വേഷൻ ഇതാ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ട് LS കണ്ട്. ഇനി LS കണ്ടപ്പോൾ അടുത്ത നമുക്ക് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ, ആവറേജ് നമ്പർ ഓഫ് കാർസ് ഇൻ ദ ക്യൂ ആണെങ്കിൽ LQ കാണാം. LQയുടെ ഇക്വേഷൻ എന്താ 1 മൈനസ് n ഇൻറ്റു റോ റേസ് ടു n മൈനസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു n ഡിവൈഡ് ബൈ 1 മൈനസ് p റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു q. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കാണാം LQ കാണാം. LQ ഇവിടെ എഴുതാം. LQ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 4 ഇൻറ്റു 1.2 റേസ് ടു 4 മൈനസ് 1 പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു 1.2 റേസ് ടു 4 ഡിവൈഡ് ബൈ 1 മൈനസ് 1.2 ഇൻറ്റു 1 മൈനസ് 1.2 റേസ് ടു 4 പ്ലസ് 1 ഇൻറ്റു 1.2 റേസ് ടു 2. സോ ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 ഇൻറ്റു 1.2 റേസ് ടു 3 വരും പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു 1.2 റേസ് ടു 4 ഡിവൈഡ് ബൈ 1 മൈനസ് 1.2 ഇൻറ്റു 1 മൈനസ് 1.2 റേസ് ടു 5 വരും ഇൻറ്റു 1.2 റേസ് ടു 2 ഈസ് ഈക്വൽ ടു 1.494 കാർസ് വരും. ഇനി നമുക്ക് അടുത്തത് ആവറേജ് ടൈം എ കാർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം WS എന്ന് പറഞ്ഞാൽ LS ഡിവൈഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n. സോ ആദ്യം നമുക്ക് PN കാണാം.
എന്നാലേ കിട്ടുള്ളൂ. പി എൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു പി റേസ് ടു എൻ. സോ ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ 1.2 ഡിവൈഡ് ബൈ 1 മൈനസ് 1.2 റേസ് ടു 4 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 1.2 റേസ് ടു 4 ഈസ് ഈക്വൽ ടു 0.2787 ഉണ്ട്. ഇനി നമുക്ക് ലാംഡ കാണാം. ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ മോൾ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 1 മൈനസ് നമുക്ക് പി എൻ കിട്ടിയില്ലേ? പി എൻ എത്രയാണെന്ന് കിട്ടിയത്? 0.2787 ഈസ് ഈക്വൽ ടു 17.3112. ഇനി നമുക്ക് ഡബ്ല്യു എസ് കാണാം. ഡബ്ല്യു എസ് ഈസ് ഈക്വൽ ടു എൽ എസ് ഡിവൈഡ് ബൈ ലാംഡാസ് തീറ്റ അല്ലെങ്കിൽ ലാംഡാസ് വാല്യൂ ഈസ് ഈക്വൽ ടു 2.36 ഡിവൈഡ് ബൈ എൽ എസ് നമുക്ക് നേരത്തെ എത്ര കിട്ടിയത്? എൽ എസ് കിട്ടിയില്ലേ? 2.36 കാസ്. സോ ഇവിടെ എന്ത് ചെയ്യാം? എൽ എസ് ഈസ് ഈക്വൽ ടു 2.36 ഡിവൈഡ് ബൈ ലാംഡാസ് തീറ്റ കിട്ടി. 17.3112 ഈസ് ഈക്വൽ ടു 0.13633 ഹവർ അല്ലെങ്കിൽ 8.2 മിനിറ്റ്സ് കിട്ടി. ഒന്നുകൂടി പറഞ്ഞുതരാം. സോ അവിടെ അറൈവൽ ടൈം 24ഉം സർവീസ് റേറ്റ് mu20 ആണ്. സോ ആദ്യം റോ കാണാം. ലാംഡ ഡിവൈഡ് ബൈ mu 24 ഡിവൈഡ് ബൈ 20 1.2. എൽ എസ് കാണാം. എൽ എസിന്റെ ഇക്വേഷൻ റോ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് എൻ ഇൻറ്റു റോ റേസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു റോ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു എൻ പ്ലസ് 1. അതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2.36. എൽ എസ് 2.36 കിട്ടി. എൽ എസ് 2.36 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ദെൻ എൽ എസ് എൽ ക്യൂ കാണണം. എൽ ക്യൂയുടെ ഇക്വേഷൻ എന്താ? എൽ ക്യൂയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എൽ ക്യൂയുടെ ഇക്വേഷൻ 1 മൈനസ് എൻ ഇൻറ്റു റോ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു 2. നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എൽ പി എത്ര കിട്ടി? എൽ ക്യൂ എത്ര കിട്ടി? 1.494 കിട്ടി. ഇനി ആവറേജ് ടൈം കാർ സ്പെൻഡ് ഇൻ എ ടൈം ഡബ്ല്യു എസ് ഈസ് ഈക്വൽ ടു എൽ എസ് ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ. ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 മൈനസ് റോ പി എൻ. ആദ്യം പി എൻ കാണണം. പി എൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു എൻ ഈക്വൽ ടു 0.2787. ഇനി ലാംഡാസ് തീറ്റാസ് ലാംഡ ഇൻറ്റു 1 മൈനസ് പി എൻ നമുക്ക് കിട്ടി 17.3112. ഇനി ഡബ്ല്യു എസ് കാണാം. എൽ എസ് ഡിവൈഡ് ബൈ ലാംഡാസ് തീറ്റ് വാല്യൂ 2.36 ഡിവൈഡ് ബൈ 17.3112 ഈസ് ഈക്വൽ ടു 0.13633 ഹവർ അല്ലെങ്കിൽ 8.2 ഹവേഴ്സ് കിട്ടും. 8.2 മിനിറ്റ്സ് കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈം ക്യൂ അതും കൂടി കാണാം. എല്ലാം കാണാമല്ലോ. ഡബ്ല്യു ക്യൂ ഈസ് ഈക്വൽ ടു എൽ ക്യൂ ഡിവൈഡ് ബൈ ലാംഡ തീറ്റ ഈസ് ഈക്വൽ ടു 1. എൽ ക്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എൽ ക്യൂ എത്രയാ? 1.494 ഡിവൈഡ് ബൈ നമുക്ക് ലാംഡ വാല്യൂ കിട്ടി 17.3112 ഈസ് ഈക്വൽ ടു 0.0863 ഹവർ അല്ലെങ്കിൽ 5.2 മിനിറ്റ്സ് കിട്ടും. ഇനി ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, train arrives at the yard every 15 minutes and the train arrives at the yard every 15 minutes and service time is 33 minutes. If the line capacity of the yard is limited to 4 trains, find probability. First question, probability that the yard is empty. Second, average number of train in the system. നമ്മൾ ട്രെയിൻ അറൈവ് ചെയ്യാണ്, അതിൻ്റെ യാർഡ് എവറി 15 മിനിറ്റ്സിലൂടെ വരും. ആൻഡ് സർവീസ് ടൈം, അതിൻ്റെ സർവീസ് ടൈം എന്ന് പറയുന്നത് 33 മിനിറ്റ്സ് ആണ്. ലൈൻ കപ്പാസിറ്റി ഓഫ് എ യാർഡിൻ്റെ ലൈൻ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. എത്ര? 4 ട്രെയിൻസ് ഫൈൻ. 4 ട്രെയിൻ മാത്രമേ യാർഡിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ
The probability that the yard is empty. Yard empty ആണ്. രണ്ടാമത്തത് average number of train in the system. അപ്പോൾ നമുക്കറിയാം അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. നമ്മൾക്ക് എപ്പോഴും ഹവറിലേക്കാണ് മാറ്റേണ്ടത്. 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാംഡ എങ്ങോട്ടേക്ക് മാറ്റാം? ലാംഡാൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ എന്താ 1 മൈനസ് 15 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിലേക്ക് മാറ്റണം. സോ 1 മൈനസ് 15 പെർ മിനിറ്റ്സ്. 1 മൈനസ് 15 പെർ മിനിറ്റ്സ്. ദെൻ സർവീസ് റേറ്റോ? സർവീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ അറൈവ് ചെയ്യുമ്പോൾ സർവീസ് ടൈം 33 മിനിറ്റ്സ് ആണ്. അതും മിനിറ്റിലാണ്. അപ്പോൾ അതും മിനിറ്റിലാണ് തന്നത്. സോ മ്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് 33 പെർ മിനിറ്റ്. എൻ എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം റോ കാണാം. റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ലാംഡ 1/15 ഡിവൈഡ് ബൈ മ്യൂ 1/33. സോ ഈസ് ഈക്വൽ ടു 33. നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 33 ഡിവൈഡ് ബൈ 15 വരും. അതൊക്കെ ചെയ്യുന്ന അറിയാലോ ബീജിക്കാരല്ലേ. 33 ഡിവൈഡ് ബൈ 15 ഈസ് ഈക്വൽ ടു റോ വാല്യൂ 2.2. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ദാറ്റ് ദ യാർഡ് ഈസ് എംറ്റി. ദാറ്റ് യാർഡ് എംറ്റി ആവാന്ന് പറഞ്ഞാൽ എന്താ? P0 കാണണം ആദ്യം. സോ P0 ഈസ് ഈക്വൽ ടു യാർഡ് എംറ്റി ആവാന്ന് പറഞ്ഞാൽ എന്താ? P0 ആണ്. P0 എന്ന് പറഞ്ഞാൽ യാർഡ് എംറ്റി ആവുക. അല്ല ഐഡിൽ ടൈം എന്ന് പറയുന്നത് എന്താ? യാർഡ് എംറ്റി ആവാന്ന് പറഞ്ഞാൽ എന്താ? ഐഡിലാണ്. ഐഡിലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? P0 ആയിരുന്നു. സോ P0 ഈസ് യാർഡിലിന്റെ ടൈം എന്ന് പറഞ്ഞാൽ P0 അല്ലെ. സോ P0 ഈസ് ഈക്വൽ ടു എംറ്റി ആവാന്ന് പറഞ്ഞാൽ എപ്പോഴും ഐഡിലാണ്. ഐഡിലിന്റെ ഇക്വേഷൻ P0 അത്ര ഓർമ്മിക്കാം. P0 ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? നമുക്കത് 1 മൈനസ് റോ എന്ന് പറയുന്നത് നേരെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. തിരിച്ചിട്ട് എങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യേ. 1 മൈനസ് റോ എന്ന് പറയുന്നത് നേരെ ഇക്വേഷൻ അത് നേരെ തിരിച്ചിട്ടും ചെയ്യാം. 1 മൈനസ് റോ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചിടാണ്ട് തന്നെ ചെയ്യാം. സോ 1 മൈനസ് 2.2 ഡിവൈഡ് ബൈ 1 മൈനസ് 2.2 റേസ് ടു 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1.1 ഡിവൈഡ് ബൈ മൈനസ് 1.1 റേസ് ടു 5. So is equal to minus 1.1 divided by minus 1.2 raised to 5 is equal to 0.0237. അത് നേരെ തിരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് മൈനസ് വരാണ്ട് പോസിറ്റീവ് ആക്കാം. മൈനസും 2 ഹരിക്കുമ്പോൾ മുകളിലും താഴെ മൈനസ് വന്നാൽ പോസിറ്റീവ് ആകും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെ ചെയ്യാം? ഇതിനകത്തുള്ള പോലെ ചെയ്യണമെന്നില്ല. എങ്ങനെ ചെയ്യാം? 1 മൈനസ് 2.2 divided by 1 minus 2.2 raised to 4 plus 1. So 1 minus 2.2 എന്ന് പറയുമ്പോൾ minus 1.2 divided by minus 1.2 raised to 5 is equal to 2 മുകളിലും താഴെ മൈനസ് ആയതുകൊണ്ട് വാല്യൂ കിട്ടുക 0.0237. ഇവിടെ നേരെ തിരിച്ചിട്ട് എന്നാണ് മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ? 1 മൈനസ് പി റോനെ നേരെ തിരിച്ചിട്ട് എന്ത് വരും? റോ മൈനസ് 1. 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1നെ തിരിച്ചിട്ടാലോ? റോ റേസ് ടു n പ്ലസ് 1 മൈനസ് 1. നേരെ തിരിച്ചിടുന്ന മാത്രമേ ഉള്ളൂ. ചെയ്യാനുള്ള എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ച പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ തിരിച്ചിടണമെന്നില്ല. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാൽ 2.2 മൈനസ് 1 ഡിവൈഡ് ബൈ 2.2 റേസ് ടു 4 പ്ലസ് 1 മൈനസ് 1. 1.2 ഡിവൈഡ് ബൈ 51.536 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0.0237. അല്ലാതെ നമ്മളിപ്പോൾ പഠിച്ച പോലെ P0 ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 എന്ന് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ എത്ര തന്നെ കിട്ടുക? മുകളിലും താഴെ മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ഫിഗറാണ് കിട്ടുക. 0.0237. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? യാർഡ് എംറ്റി ആകുമ്പോൾ P0 ഐഡിയൽ ടൈം നമുക്ക് കിട്ടി. രണ്ടാമത്തത് ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻ ഇൻ ദ സിസ്റ്റം. ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻ ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻ ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ LQ ആണെന്ന് അർത്ഥം. ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻ ഇൻ ദ ക്യൂ അല്ലേ നമ്മൾ പഠിച്ചത്? ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻ ഇൻ ദ സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ ക്യൂവിലെ അല്ലെ ട്രെയിനിലെ ഏവറേജ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് അല്ലേ? LQ ആണ്. LQ ഈസ് ഈക്വൽ ടു നമ്മൾ ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഠിച്ച പോലെ LQ അല്ലേ? LS ആണ്. LSന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റോ ഇൻറ്റു 1 മൈനസ് ഏവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏവറേജ് നമ്പർ ഓഫ് ക്യൂ ഇൻ ദ സിസ്റ്റം തന്നെയാണ്. സോ LS ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് n
into rho raised to n plus n into rho raised to n plus 1 divided by 1 minus rho into 1 minus rho raised to n plus 1. നമ്മൾ അപ്ലൈ ചെയ്യും. റോ ഓൾറെഡി കണ്ടില്ലേ. 2.2 into 1 minus 1 plus 4 into 2.2 raised to 4 plus 4 into 2.2 raised to 4 plus 1 divided by 1 minus 2.2 is into 1 minus 2.2 raised to 4 plus 1 is equal to 3.26 വാല്യൂ കിട്ടും. 3.26 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളുടെ ഐഡിൽ ടൈം കാണാൻ പറയുന്നുണ്ട്. ഐഡിൽ ടൈം നമ്മൾ കണ്ട് P0 കണ്ട് P0ൻ്റെ ഇക്വേഷൻ 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ആദ്യം നമ്മൾ അറൈവൽ ടൈം കാണും. അറൈവൽ ലാംഡ കാണും. 1 മൈനസ് 15 പെർ മിനിറ്റ് ആണ്. സർവീസ് മ്യൂ 1/33 ആണ്. റോ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ 2.2 കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി MD ആണ്, ഐഡിൽ ടൈം ആണ്. P0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 ആണ്. വാല്യൂ 0.0237 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം ആണ്. ആവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1. അതിൻ്റെ വാല്യൂ 3.26 കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോറി, ക്വസ്റ്റ്യൻ ക്ലിയർ ഇല്ല അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ റെയിൽവേ സ്റ്റേഷൻ ഓൺലി 1 ട്രെയിൻ ഹാൻഡിൽ അറ്റ് എ ടൈം. ദ റെയിൽവേ ആഡ് ഈസ് സഫിഷ്യൻറ്റ് ഓൺലി ഫോർ 2 trains to wait while other given signal to leave the station. Trains arrive at the station at an average rate of 6 per hour. And the railway station can handle them on an average of 12 per hour. Assuming Poisson arrivals and exponential service distribution, find the steady state probability for the various number of trains in the system. Also find the average waiting time of a new train coming into rates. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ഇല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ വാട്സപ്പിൽ അയച്ചു തരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ 1 ട്രെയിൻ ഹാൻഡിൽ അറ്റ് എ ടൈമിൽ വരുന്നുണ്ട്. റെയിൽവേ ആഡ് സഫിഷ്യൻ്റ് ആണ്. 2 trains to wait, 2 ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. സിഗ്നൽ ലീവ് ചെയ്യാണ്. അപ്പോൾ ട്രെയിൻസ് അറൈവ് അറ്റ് എ സ്റ്റേഷൻ ഏവറേജ് റേറ്റ് 6 per hour ആണ്. റെയിൽവേ സ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് 12 per hour ആണ്. നമ്മളോട് അറൈവൽ ടൈം 6ഉം സർവീസ് ടൈം 12 per hour തെറിയാണ്. നമ്മളോട് പോയിസോൺ അറൈവൽസും എക്സ്പോണൻഷ്യൽ സർവീസ് ഡിസ്ട്രിബ്യൂഷനും പറയുന്നുണ്ട്. സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ്, നമ്മളോട് പ്രോബബിലിറ്റീസ് പറയാണ്. വേരിയസ് നമ്പർ ഓഫ് ട്രെയിൻ ഇൻ ദ സിസ്റ്റം, ആ സിസ്റ്റത്തിൽ എപ്പോഴൊക്കെയാണ് വേരിയസ് ടൈമിൽ വരിക, ഐഡിൽ ടൈം എപ്പോഴാണ്. ആൻഡ് ആൾസോ ഫൈൻഡ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് ന്യൂ ട്രെയിൻ, ഒരു പുതിയ ട്രെയിന് വരാനുള്ള വെയിറ്റിംഗ് ടൈം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരും കേട്ടോ വാട്സപ്പിൽ. അറൈവൽ റേറ്റ് ലാംഡ 6 trains per hour, സർവീസ് റേറ്റ് മ്യൂ 12 trains per hour, n 3. നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്ന ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം റോ ചെയ്യാം. റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ, ദാറ്റ് ഈസ് 6 divided by 2 ഈസ് ഈക്വൽ ടു 0.5. നെക്സ്റ്റ് പ്രോബബിലിറ്റി ദാറ്റ് ദ യാർഡ് ഈസ് MD. യാർഡ് MD ആവുക എന്ന് പറഞ്ഞാൽ ഐഡിൽ ടൈമാണ്. P0 ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.5 ഡിവൈഡ് ബൈ 1 മൈനസ് 0.5 റേസ് ടു 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0.533. രണ്ടാമത്തത് ആവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം. ആവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? LS ആണ്. LSന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. 1P1 പ്ലസ് 2P2 പ്ലസ് 3P3. അത് വെച്ചും ചെയ്ത് നോക്കാം. 2 പ്രാവശ്യം ചെയ്തൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും വെച്ചിട്ട് ചെയ്ത് നോക്കാം അല്ലേ? P1 എത്രയാ? അപ്പോൾ P1 കാണണമെങ്കിൽ ആദ്യം നമ്മൾ P1 എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോൾ കിട്ടി. P0 നമുക്ക് കിട്ടി 0.533 കിട്ടി. ഇനി PN എന്ന് പറയുന്നത് P0 ഇൻറ്റു PN. അപ്പോൾ P1 എന്ന് പറയുന്നത് എന്താ? P0 ഇൻറ്റു ആദ്യം നോക്കാം. PN എന്ന് പറയുന്നത് P0 ഇൻറ്റു റോ റേസ് ടു N ആണ്. P0 നമുക്ക് കിട്ടി. P1 എന്ന് പറയുന്നത് 0.53 ഇൻറ്റു റോ എത്രയാ? 0.5 റേസ് ടു 1.
ഈസ് ഈക്വൽ ടു 0.265. P2 എന്ന് പറയുന്നത് P0 ഇൻറ്റു റോ റേസ് ടു 2. അപ്പോൾ 0.53 ഇൻറ്റു 0.5 റേസ് ടു 2 ഈസ് ഈക്വൽ ടു 0.1325. P3 എന്ന് പറയുന്നത് 3 ട്രെയിൻ അല്ലേ ഉണ്ട്. P3 എന്ന് പറയുന്നത് P0 ഇൻറ്റു റോ റേസ് ടു 3. അപ്പോൾ P0 0.53 ഇൻറ്റു റോ 0.5 റേസ് ടു 3 ഈസ് ഈക്വൽ ടു 0.06625. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ LS ഈസ് ഈക്വൽ ടു 1P1 പ്ലസ് 2P2 പ്ലസ് 3P3. നമ്മൾ ഓരോന്ന് ചെയ്താൽ മതി. 1 ഇൻറ്റു P1 എത്ര കിട്ടിയ 0.265 പ്ലസ് 2 ഇൻറ്റു 0.1325 പ്ലസ് 3 ഇൻറ്റു 0.06625 ഈസ് ഈക്വൽ ടു 0.73. അതല്ല നമ്മൾ നേരത്തെ പഠിച്ച LS ഇക്വേഷൻ വെച്ച് ചെയ്താലും 0.73 ആണ് കിട്ടുക. ഇപ്പം LS ഇക്വേഷൻ വെച്ചിട്ട് ഇവിടുന്ന് ചെയ്യുന്ന ഇതാ അതേപോലെ LS ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 1 minus 1 plus n into rho raised to n plus n into rho raised to n plus 1 divided by 1 minus rho into 1 minus rho raised to n plus 1. വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടി? 0.73 കിട്ടി. നിങ്ങൾ ചെയ്തു നോക്ക്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് എ ന്യൂ ട്രെയിൻ കെയിം ടു യാർഡ്. ആവറേജ് വെയിറ്റിംഗ് ടൈം ന്യൂ ട്രെയിൻ കമ്മിങ് ടു എ യാർഡ് എന്ന് പറഞ്ഞാൽ WQന്റെ ഇക്വേഷൻ എന്തായിരുന്നു? LQ ഡിവൈഡ് ബൈ ലാംഡാസ്ക്. LQ കാണണം. 1 മൈനസ് n ഇൻറ്റു റോ റേസ് ടു n മൈനസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു n ഡിവൈഡ് ബൈ 1 മൈനസ് p ഇൻറ്റു 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു 2. സോ 1 മൈനസ് 3 ഇൻറ്റു 0.5 3 മൈനസ് 1 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 0.5 റേസ് ടു 3 ഡിവൈഡ് ബൈ 1 മൈനസ് 0.5 ഇൻറ്റു 1 മൈനസ് 0.5 റേസ് ടു 4 into 0.5 raised to 2 is equal to 0.267. ഇനി ഇത് കാണാം നമുക്ക് ലാംഡ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n. സോ ഈസ് ഈക്വൽ ടു PN എന്ന് പറയുന്നത് 1 മൈനസ് PN ഈസ് ഈക്വൽ ടു P3. മൂന്നാമത്തതല്ലേ PN എന്ന് പറയുന്നത്. സോ PN ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു n. ഞാൻ നേരത്തെ ഇങ്ങനെ വേഗം പറഞ്ഞു നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളൂ. 1 മൈനസ് 0.5 ഡിവൈഡ് ബൈ 1 മൈനസ് 0.5 റേസ് ടു 4 ഈസ് ഇൻറ്റു 0.5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 066. അതാണ് P3. സോ നമുക്കവിടെ ലാംഡാസ് വേണം. Lambda rate to 6 into 1 minus 0.066 is equal to 5.606. അപ്പോൾ നമുക്ക് WQ കാണാം. LQ divided by lambda's rates is equal to 0.2. നമുക്ക് നേരത്തെ LQ ഉണ്ട് 0.267 divided by lambda നോട്ടി ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5.604 is equal to 0.0476 hours. അല്ലെങ്കിൽ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 2.85 minutes. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. റെയിൽവേ ട്രെയിനിൻ്റെ കാര്യം. അതിനകത്ത് അറൈവൽ റേറ്റ് 6 ട്രെയിൻ പെർ ഹവറും സർവീസ് റേറ്റ് 12 ട്രെയിൻ പെർ ഹവറും n 3. ആദ്യം നമ്മൾ റോ കാണാം. 6 ഡിവൈഡ് ബൈ 12 0.2. പ്രോബിലിറ്റി ദ യാർഡ് ഈസ് MD ആണെങ്കിൽ P0 നമ്മൾ കണ്ട് 0.533. ആവറേജ് നമ്പർ ഓഫ് ട്രെയിൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ചെയ്യാം. 1P1 പ്ലസ് 2P2 പ്ലസ് 3P3. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്ന 0.73. അല്ലെങ്കിൽ LS സാധാരണ നമ്മൾ ഇക്വേഷനിലൂടെ ചെയ്യുമ്പോൾ 0.73 കിട്ടും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെയിറ്റിംഗ് ടൈം ആണ്. ന്യൂ ട്രെയിൻ കമ്മിങ് ടു എനാഡ് WQ ആണ്. LQ ഡിവൈഡ് ബൈ ലാംഡാസ് ഫാക്ടർ വരും. അതിനകത്ത് LQ കിട്ടുന്നത് 0.267 ആണ്. ലാംഡാസ് റേറ്റ് നമ്മൾ കാണണമെങ്കിൽ PN കാണണം. PN കാണുമ്പോൾ PN കിട്ടുന്നത് 0.066. ഇനി ലാംഡ തീറ്റ റേറ്റ് കിട്ടുന്നത് സോ 5.604. സോ WQ ഈസ് ഈക്വൽ ടു LQ ഡിവൈഡ് ബൈ ലാംഡ തീറ്റ ഈസ് ഈക്വൽ ടു 0.267 ഡിവൈഡ് ബൈ 5.604 ഈസ് ഈക്വൽ ടു 0.0476 hours അല്ലെങ്കിൽ 2.85 minutes കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ഫിനിറ്റ് ക്യൂ ലെങ്ത് ആണ്. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ. ഇക്വേഷൻ നമുക്ക് റോ കാണുന്ന റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ M.
P0 കാണുന്നത് 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1. Pn കാണുന്നത് P0 ഇൻറ്റു റോ റേസ് ടു n. LS കാണുന്നത് രണ്ട് ഇക്വേഷനിലുണ്ട്. 1P1 പ്ലസ് 2P2 പ്ലസ് 3P3 അല്ലെങ്കിൽ റോ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1. അടുത്തത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ക്യൂ LQ കാണുന്നത് 1 മൈനസ് n ഇൻറ്റു റോ റേസ് ടു n മൈനസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു n ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഇൻറ്റു 1 മൈനസ് റോ ഇൻറ്റു n 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു 2. ഇനി ആവറേജ് ടൈം ഓഫ് കസ്റ്റമർ സ്പെൻഡ് ടൈം WS കാണുന്നത് LS ഡിവൈഡ് ബൈ ലാംഡ തീറ്റ. ലാംഡ തീറ്റ ഇസ് ഇക്വൽ ടു ലാംഡ ഇൻറ്റു 1 മൈനസ് PN കാണുന്നത് 1 മൈനസ് റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു n. ഇനി ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് WQ LQ ഡിവൈഡ് ബൈ ലാംഡ തീറ്റ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്ത്, മൂന്നാമതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക്